അജയ് രാജിലേക്ക്. അജയ്, 109 ഒരു ചെറിയ റാങ്കല്ല, വലിയ വിജയമാണ്. ഈ വലിയ വിജയം നേടിയത് എങ്ങനെയാണ് പഠിച്ചത്, എവിടെയാണ് പഠിച്ചത്, എങ്ങനെയായിരുന്നു പരിശീലനം? ഞാൻ 2 വർഷം ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുടയിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെയായിരുന്നു പ്രിപ്പറേഷന് വേണ്ടി ഞാൻ തിരുവനന്തപുരത്ത് ലീഡ് IAS തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലീഡിൽ ചെയ്തു. കഴിഞ്ഞ വർഷം എനിക്ക് 730 ആയിരുന്നു റാങ്ക്, ഇന്ത്യൻ റെയിൽവേ സർവീസിലായിരുന്നു. അപ്പോൾ ഈ വർഷം എന്തായാലും റാങ്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. സോ അത് താങ്ക്ഫുള്ളി ഈ വർഷം വർക്കൗട്ടായി. സോ അതാണ് എൻ്റെ ഒരു സോഫാർ ജേണി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റി എല്ലാ സപ്പോർട്ടും തന്നു. പ്ലസ് എൻ്റെ ഫ്രണ്ട്സും ഓൾറെഡി സർവീസിലുള്ളവരുണ്ട്. സോ ഇത്തവണ റാങ്ക് ഇമ്പ്രൂവ് ചെയ്യുമ്പോഴും അവരുടെ ഫീഡ്ബാക്ക് എടുക്കുക, അവരുടെ നിന്ന് ഒപ്പീനിയൻ എടുത്തിട്ടായിരുന്നു ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെയായിരുന്നു ജേണി പോയിട്ടുള്ളത്. ആസ്പിരന്റ് കമ്മ്യൂണിറ്റിനോട് എനിക്ക് പറയാനുള്ളത്, സിവിൽ സർവീസിൽ തീർച്ചയായിട്ടും ഒരു ലക്ക് എലമെന്റും കുറെ അൺസർട്ടനിറ്റീസും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. റിയലിസ്റ്റിക് ആയിട്ട് പറയണമെന്നാണ് എനിക്കും എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാനിതിനെ കാണുന്നത് ഒരു സ്കിൽ ബിൽഡിംഗ് എക്സസൈസ് ആയിട്ടാണ് എല്ലാ എക്സ്പീരിയൻസും ഇതിനെ കാണേണ്ടത്. അതായത് പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു MCQ സ്കിൽ ബിൽഡിങ്ങും, മെയിൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആൻസർ റൈറ്റിംഗ് സ്കിൽ ബിൽഡിങ്ങും, ഇന്റർവ്യൂ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ബിൽഡിങ്ങും ആണ്. ഈ 3 സ്റ്റേജും ഏത് എക്സാം ആണെങ്കിലും അതിന് മസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പം എന്നെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ടീച്ചറായി വർക്ക് ചെയ്ത ആളാണ്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് നെറ്റും JRF കിട്ടിയാണ്. പക്ഷെ ഇതെല്ലാം എനിക്ക് കിട്ടിയത് ഞാൻ ഇവിടുന്ന് പഠിച്ചിട്ടുള്ള സ്കില്ലിൽ കൂടിയാണ്. അങ്ങനെ സിവിൽ സർവീസിൽ വന്ന് പുതിയ അവന്യൂസ് തേടി പോകുന്ന ആൾക്കാരും ഇഷ്ടംപോലെ എനിക്കറിയാം. സോ ആസ്പിരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു സ്കിൽ ബിൽഡിംഗ് ആയിട്ട് കാണുക. അതിൻ്റെ അകത്തുനിന്ന് എന്തൊക്കെ അവർക്ക് ലേണിംഗ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. അവർക്ക് സർവീസ് കിട്ടുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ഇല്ലെങ്കിലും അവർക്ക് മുമ്പിലുള്ള അവസരങ്ങൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രോസസ്സിൽ ബിൽഡ് ചെയ്ത് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. സോ ലീഡിലെ സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് എന്നെ ലീഡിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അത് ഒരു പ്രോപ്പർ മെക്കാനിസം ഉണ്ട് ലീഡിനെ സംബന്ധിച്ചിടത്തോളം. അത് പ്രിലിംസ് ആയിക്കോട്ടെ, പ്രയോറിറ്റി ഏരിയ, ഫസ്റ്റ് റൗണ്ട് റിവിഷൻ ആദ്യത്തെ 3 മാസം, അത് കഴിഞ്ഞിട്ട് വീണ്ടും അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു 2 മന്ത്സിൽ വീണ്ടും എഗൈൻ ഒരു സിസ്റ്റമാറ്റിക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാം. ഇതാണ് എനിക്ക് ലീഡിലേക്കുള്ള ഫസ്റ്റ് ഫാക്ടർ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്. ഇപ്പോൾ നമുക്കൊരു ഫാക്കൽറ്റീൻ്റെ കൂടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ സ്ലോട്ട് ബുക്ക് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ആളുടെ ഫേവറേറ്റ് ആവണം എന്നില്ല നമ്മുടെ കൂടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ. തേർഡ്ലി, ലീഡ് എല്ലാ വർഷവും ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഫസ്റ്റ് പ്രിലിംസിനുള്ള ലീഡല്ല, സെക്കൻഡ് പ്രിലിംസിന് വരുമ്പോൾ കുറേ അഡീഷണൽ പ്രോഗ്രാം വരുന്നു. അതുപോലെ ഫസ്റ്റ് ടൈം മെയിൻസ് എഴുതുന്നതിനേക്കാൾ കൂടുതൽ പ്രോഗ്രാംസ് വരുന്നു, വാല്യൂ എൻറിച്ച്മെൻറ്റ് വരുന്നു, കൺക്ലൂഷൻസിൽ ഇൻട്രൊഡക്ഷൻസിൽ എന്തൊക്കെ എഴുതണം എന്നുള്ള അത്രയും റിസർച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഈ ലീഡിൻ്റെ ഈ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ഇന്നോവേറ്റീവ് സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് എന്നെ ലീഡിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ആ ഒരു മെക്കാനിസവും ഇതുകൊണ്ട് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇതുകൊണ്ട് തന്നെയായിരുന്നു എന്നുള്ളതാണ്. Lead IAS, #1 IAS Academy in Kerala.